ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിൽ നല്ല പഴുത്ത കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ആ മാങ്ങ കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ ഒരു മാംഗോ ചീസ് കേക്ക് തന്നെ റെഡിയാക്കാൻ കരുതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാംഗോ ചീസ് കേക്ക് റെഡിയാക്കുന്നത് നോക്കാം. നമുക്കതിന് ഓവനിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു അടിപൊളി മാംഗോ ചീസ് കേക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ചീസാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തിള വരുന്നിടം വരെ കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ചീസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ലെമൺ ജ്യൂസും കൂടെ വേണം. അപ്പോൾ ലെമൺ ജ്യൂസ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം 1 സ്പൂണ് ലെമൺ നമ്മൾ ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് തിരിയാൻ തുടങ്ങും. പിന്നെ അതൊന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ അടുത്ത ലെമൺ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ പാലെല്ലാം തിരിഞ്ഞ് നമുക്ക് ചീസായിട്ട് കിട്ടും. ഇനി അതൊന്ന് കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ പാലിൻ്റെ കളറൊന്ന് മാറി ആ ഒരു വെള്ളം ഒരു ഗ്രീൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം വെച്ചേക്കണ്ട. ഇനി നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമുക്ക് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ചീസ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കഴുകുന്നത് ചൂടുവെള്ളത്തിൽ തന്നെയാണ്. നമ്മളത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പാലിലൊരു ചെറിയ പുളിപ്പുണ്ടായിരിക്കും. നമ്മൾ ലെമൺ ഒഴിച്ചതല്ലേ, അപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പുളിപ്പ് മാറി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് നേരം അവിടെ പ്രസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാങ്ങ എടുക്കാം. അപ്പോൾ മാങ്ങ നല്ല പഴുത്തിരിക്കുകയാണ്. ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ. കട്ട് ചെയ്തപ്പം നല്ല പഴുത്ത് വന്നിട്ടുണ്ട്. ആദ്യം കേടൊന്നും വന്നിട്ടില്ല. അപ്പം ഞാനിവിടെ മാങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ആദ്യമായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാനും കട്ട് ചെയ്തപ്പോൾ അതുപോലെയൊക്കെ വന്ന് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയിട്ട് ഫുൾ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത പീസസ് എല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് നല്ല പൾപ്പ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അതവിടെ ഇരുന്നോട്ട്. ഇനി നമ്മൾ ചീസ് തണുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് അത് നമുക്കിനി ഒന്ന് അടിച്ചെടുക്കാണ്ട്. അപ്പോൾ ആ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വാനില എസൻസ് ആണ് വേണ്ടത്. വാനില എസൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് ഫ്രഷ് ക്രീമും എടുക്കാം. വിപ്പിംഗ് ക്രീം ആകുമ്പോൾ മധുരം ഉണ്ടായിരിക്കും. ഫ്രഷ് ക്രീം ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മധുരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് അടിച്ച് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ ആ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രഷ് ചീസ്. അപ്പോൾ അത് റെഡി ആയതിന് ശേഷം നമുക്ക് ഇനി മാംഗോയുടെ പൾപ്പ് ഒന്ന് അടിച്ച് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്ത ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് നിറച്ചുണ്ടായിരുന്നു നമ്മളെ മാംഗോ പൾപ്പ്. അപ്പോൾ അതിൽ ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ ഒരു 3/4 ഗ്ലാസോളം പഞ്ചസാരയും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒന്ന് യോജിപ്പിച്ച് പെട്ടെന്ന് തന്നെ മാംഗോ അങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ വെന്ത് ബുൾബുളിന്നൊക്കെ ശബ്ദമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് ശകലം നല്ല ലെമൺ ജ്യൂസ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് വെച്ചത് അതും കൂടെ ഒരു 2 സ്പൂണോളം ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമുക്കതും ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ജലാറ്റിനാണ്. ജലാറ്റിനും ഒരു 2 സ്പൂണോളം എടുത്തിട്ട് അത് ചൂടുവെള്ളവും അതേപോലെ 2 സ്പൂൺ ചൂടുവെള്ളവും എടുത്ത്
നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ മെൽട്ടായിട്ട് കിട്ടണം. മെൽട്ടായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കേക്ക് അത്ര റെഡിയായി കിട്ടില്ല. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജെലാറ്റിൻ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടയെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇനി അത് നമുക്ക് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രഷ് ചീസ് ഇവിടെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ അടിച്ച് വെച്ച മാംഗോ പൾപ്പും അത് നമ്മളിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ പൾപ്പ് ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല, ഒരു 3/4 ഭാഗം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് മുകളിൽ ഒരു ലെയർ കൂടെ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പത്താൻ പറ്റിപ്പോയി, ഇത് കുറച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ വേറൊരു പാത്രം മാറ്റി പാത്രത്തിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തു. അത് പോരാഞ്ഞിട്ട് കുറച്ച് ഞാൻ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെങ്കിൽ വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ വേറെ മധുരമൊന്നും പിന്നെ നമ്മൾ ആഡ് ചെയ്യണ്ട. വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടാകും. അപ്പോൾ അത് ഞാനൊരു 3 സ്പൂണോളം വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ജെലാറ്റിൻ നമ്മൾ ഈ ഫ്രഷ് ക്രീമിലോട്ട് ചീസ് ക്രീമിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ് ഫുള്ളായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജെലാറ്റിൻ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലോട്ടാണ് നമ്മളിത് വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീസ് ലെയർ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ടൊരു 1/2 മണിക്കൂറോളം വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പൾപ്പുണ്ടല്ലോ, മാംഗോ പൾപ്പ്, അത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 3 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വരുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തൊരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസോളം ഞാൻ വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജെലാറ്റിൻ മിക്സ് ചെയ്യുന്നു. 2 സ്പൂണോളം ജെലാറ്റിൻ എടുത്ത് ചൂടുവെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ തണുത്ത പൾപ്പിലോട്ട് നമ്മളിനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പ്രോസസ്സ് നമ്മളൊന്നും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നു. നന്നായിട്ട് മെൽറ്റാക്കി കൊടുക്കുക. മെൽറ്റാക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മളെ ലാസ്റ്റ് ലെയറാണ്. അത് ഏറ്റവും മുകളിൽ കാണുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് നമ്മളത് അത് ഈ പൾപ്പിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഏറ്റവും മുകളിലത്തെ ലെയർ. അപ്പം ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ഏറ്റവും മുകളിൽ കാണുന്ന ആ ലെയർ നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത്, നമ്മൾ അപ്പത്തിനൊക്കെ ചുറ്റിച്ച് കൊടുക്കില്ലേ, അതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്ന. ആഹാ, ഇത് ഭംഗിയല്ലേ കാണാൻ, നല്ല ഗ്ലേസിങ്. നമ്മൾ ആ ജെലാറ്റിൻ ഇട്ടതിൻ്റെ ഗ്ലേസിങ് ആണ്. അപ്പോൾ ഞാൻ ലെയർ ഇത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നത് കാണാൻ. നല്ല പുഡിംഗ് ട്രേയിൽ നല്ല രസമായിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ട്. ഇനി ഞാനിത് ചെയ്യുന്നത് ഓവർനൈറ്റിൽ ഫ്രിഡ്ജിൽ വെക്കുവാണ്. അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റാക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാങ്ങ തന്നെ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്താൽ മതി, ഒന്നിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ കരുതി കുറച്ച് മിൻറ്റ് ലീഫും ഒരു ചെറിയൊക്കെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ കരുതി, ചുമ്മാ ഒരു ഗ്ലാമറിന് വേണ്ടി, കേക്കിന് വേണ്ടി. അപ്പം എൻ്റെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.